ഹലോ, ഇപ്പോൾ സമയം രാവിലെ 5:21 കൊച്ചുളുപ്പകത്ത് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടുമല്ല 65,000 ആൾക്കാർ പങ്കെടുക്കുന്ന ടാറ്റ മാരത്തോൺ കാണാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 41, 22, 10, 5 കിലോമീറ്റർ അങ്ങനെ 4 കാറ്റഗറിയിലായിട്ടോ ഈ മാരത്തോൺ നടന്നത്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് 42 കിലോമീറ്ററിന് എനിക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. രാവിലെ 6 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് 10 കിലോമീറ്ററിന് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. മാരത്തോൺ ഓടുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ, അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവർ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തിട്ടാണ് മാരത്തോൺ ഓടിയത്. മാരത്തോൺ കംപ്ലീറ്റ് ആകുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡലും മാത്രമല്ല കേട്ടോ, അവിടെ സൂംബ, റിഫ്രഷ്മെന്റ്, മസാജിങ്, ഐസ് പാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നേ. കൂടാതെ ഫസ്റ്റ് വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് എത്ര എമൗണ്ട് എന്നൊന്നും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. ഒരുപാട് സെലിബ്രിറ്റീസും വിദേശികളും എല്ലാവരും ഒരേപോലെ പങ്കെടുത്ത ഒരു മാരത്തോൺ തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇതിനേക്കാളൊക്കെ അപ്പുറം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എനിക്ക് അവിടെ കാണാനായിട്ട് പറ്റിയിട്ടോ. അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേറൊരു കാറ്റഗറി തിരിച്ചിട്ട് മാരത്തോൺ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.